ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായിരുന്ന ദിലീപ് കുമാറിനാണ് ദേവസ്വം ബോർഡിന്റെ വഴിവിട്ട സഹായം. ദേവസ്വം വിജിലൻസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ബോർഡ് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന് സംരക്ഷണം ഒരുക്കുന്നു. ജനം എക്സ്ക്ലൂസീവ്. ഈ വർഷം ഏപ്രിൽ 3-ാം തീയതിയാണ് പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ദിലീപ് കുമാറിനെതിരെ ദേവസ്വം വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തത്. ദിലീപ് കുമാറിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശുപാർശ ചെയ്ത കത്തിന്റെ പകർപ്പാണിത്. ദിലീപ് കുമാർ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കണ്ടിയൂർ ക്ഷേത്രത്തിൽ സേവനം നടത്തിയ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. 2020 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ദിലീപ് കുമാർ മൃത്യുഞ്ജയ ഹോമത്തിൽ സപ്ലയർ തുക കുറച്ചു കാണിച്ച് 16 ലക്ഷത്തോളം രൂപ അഴിമതി നടത്തിയതായാണ് കണ്ടെത്തിയത്. അതേസമയം ദേവസ്വം ബോർഡ് സെക്രട്ടറി സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ദിലീപ് കുമാർ നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കുന്ന ദിലീപ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമെന്ന ആരോപണമാണ് ഉയരുന്നത്. വി വിനീഷ്, ജനം, തിരുവനന്തപുരം.